അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് ബദരീങ്ങളെ സ്മരിക്കുന്ന ബദർ ദിനമാണല്ലോ. ബദരീങ്ങളെ സ്മരിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് മടിയന്മാരായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് പ്രചരിപ്പിക്കാതെ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കും, എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും എന്തെങ്കിലുമൊക്കെ പറ്റും, അവരൊക്കെ പ്രയാസത്തിലും വിഷമത്തിലുമാകുമെന്ന് മനസ്സിലാക്കി ബദരീങ്ങൾ അവരുടെ വീട്ടിൽ കിടന്നിറങ്ങിയിരുന്നു എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കെട്ടിയതുപോലെ തലപ്പാവ് കെട്ടി ഞാൻ സംസാരിക്കും പോലെ സംസാരിക്കാനോ നിങ്ങൾ കേൾക്കുന്നത് പോലെ കേൾക്കാനോ നമുക്ക് നിസ്കരിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം പടച്ച റബ്ബിൻ്റെ ഭൂമിയിൽ വരുമായിരുന്നു. എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് 16 ദിവസം നോമ്പനുഷ്ഠിച്ച് 17ാമത്തെ ദിവസം അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി സമരം നടത്തിയവരാണ് ബദരീങ്ങൾ. ഒരിക്കലും അതൊരു കേവലം യുദ്ധമല്ല. ഇപ്പോൾ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന, രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ണില്ലാത്ത കാതില്ലാത്ത ഒരാൾക്കും മാതൃകയാകാൻ പറ്റാത്ത ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പോരാട്ടം പോലാത്ത അമേരിക്കയും ഇസ്രായേലും മറ്റുള്ള രാഷ്ട്രങ്ങളോട് പോരാടുന്നത് പോലുള്ള പോരാട്ടമല്ല അവർ നടത്തിയത്. അവർ പിടിച്ചു നിൽപ്പായിരുന്നു. സ്വന്തം ഭാര്യയെയും മക്കളെയും കൺമുന്നിലിട്ട് ആക്രമിക്കുകയും ഗുഹ്യസ്ഥാനത്തേക്ക് കുന്തം പോലോത്തത് കുത്തിക്കയറ്റി മൃഗീയമായ പീഡനമഴിച്ചു വിട്ടപ്പോൾ അരുത് അരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ തടയുക മാത്രമാണ് ബദർ സമരമായ ബദർ യുദ്ധം. അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ ശത്രുക്കൾ ഊരുവലങ്ങിയപ്പോൾ വൃക്ഷത്തിൻ്റെ ഇല തിന്നത് കാരണം ശഅബ് അബൂ താലിബിൽ വെച്ച് നബി തങ്ങൾ കാഷ്ടിച്ചത് ആടുകൾ കാഷ്ടിച്ചതുപോലെയാണ്. പല സ്വഹാബികളും മൃഗീയമായി ആക്രമിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. ഇതിനൊരവസാനം വേണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹക്കും ബാത്തിലും തമ്മിലുണ്ടായ ഒരു പോരാട്ടം നടന്നത്. അല്ലാഹു ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തട്ടെ.